ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ എല്ലാ പിറന്നാളും നമ്മൾ കേക്ക് മുറിക്കലാണ് പതിവ്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതിയിട്ട് ഒരു പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കടയിൽ പോയിട്ട് ഒരു 3 പാക്കറ്റ് പാൽ വാങ്ങി. ഒരു 300 ഗ്രാമിൻ്റെ എലൈറ്റിൻ്റെ പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ലിറ്റർ പാലും 375 മില്ലി വെള്ളവുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് പുതിയ ഉരുളിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടെയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ 3 കവർ പാൽ പൊട്ടിച്ചിട്ട് ഉരുളിയിലേക്ക് ഒഴിച്ചു. അതിൻ്റെ ഒപ്പം ഒരു 375 മില്ലി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല അടുപ്പിലാണ് കേട്ടോ, വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. നേരെ പാലടുപ്പത്ത് വെച്ചു. അപ്പോൾ കവറിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക. ഒരു 3 സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. പാലടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പാക്കറ്റ് പൊട്ടിച്ചിട്ട് നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു. സംഭവം അടയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഉണ്ട്. ബാക്കി അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ കുറച്ച് ചേർക്കുകയാണെങ്കിൽ, കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാവും. എന്തായാലും ഉള്ളത് വെച്ചിട്ട് പായസം സെറ്റാക്കി നല്ല കുറുക്കിയെടുത്തു. പായസം കുഴപ്പമില്ല, ഫൈനലി അടിപൊളിയായി പായസം. നേരെ ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്തു, പായസം മാറ്റി. സംഭവം 300 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റ് ആണെങ്കിലും ഏകദേശം ഒരു 10 ഗ്ലാസോളം കിട്ടിയിട്ടോ. എന്തായാലും സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. എന്തായാലും പിറന്നാളുകാരിക്ക് ആദ്യം തന്നെ അങ്ങോട്ട് കൊടുത്തു. പിറന്നാളുകാരി പറഞ്ഞത് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.